Module 1 Semiconductors. First module Semiconductor section. അതിൽ തന്നെ നമുക്ക് elemental semiconductors compound semiconductors ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സെമികണ്ടക്ടേഴ്സ് എന്താണെന്നുള്ളൊരു ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച അല്ലെങ്കിൽ പ്ലസ് 1 പ്ലസ് 2 പഠിച്ച കെമിസ്ട്രി, ഇലക്ട്രോൺസ്, ആറ്റംസ് ആൻഡ് തുടങ്ങിയ ഒരു ബേസിക്സ് കോൺസെപ്റ്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് ഒരു മാറ്റേഴ്സിൽ എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് നോക്കാം. ആറ്റം കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. നമുക്ക് അറിയാവുന്ന ഫണ്ടമെൻ്റലാണ്. ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് കൂടുന്നതാണ് ആറ്റം എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് മാറ്റേഴ്സ്, ഡിഫറെൻറ്റ് ആറ്റംസ്, ഇതിൻ്റെ കോൺസെപ്റ്റൊക്കെ നമുക്കറിയാം. Okay, then protons and neutrons are within a region inside the atom called nucleus. Protonsum neutronsum inside the nucleus ആയിരിക്കും, and electrons are revolving around the nucleus along a defined path called orbits or shells. Okay, so ആറ്റത്തിൻ്റെ തന്നെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിൻ്റെ അകത്തായിട്ട് വരും. Then protons are charged with a positive charge and electrons are having negative charge. Charge of an electrons, protons നമുക്കറിയാം negative 1.6 into 10 raised to minus 19 കൊളംബാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്, പ്ലസ് 1.6 into 10 raised to minus 19 കൊളംബാണ് ഒരു പ്രോട്ടോണിൻ്റെ ചാർജ്. ആൻഡ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ചാർജ്ലെസ് ആയിട്ടുള്ളൊരു പാർട്ടിക്കിൾസ് ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഇത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതാണ്. ദെൻ എലമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദർ ആറ്റം ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓർ പ്രോട്ടോൺസ് അനുസരിച്ച് നമ്മൾ ആറ്റം എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ എലമെൻസിനെ നമ്മളെല്ലാം പീരിയോഡിക് ടേബിളിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് പീരിയോഡിക് ടേബിൾ എന്താണെന്നും എങ്ങനെയാണ് പീരിയോഡിക് ടേബിളിലെ എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് കെമിസ്ട്രിയിലെ പ്ലസ് 1 പ്ലസ് 2 നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിൽ നമ്മൾക്ക് അറിയാം, ഒരു സൈഡിലേക്ക് മെറ്റൽസും ഒരു സൈഡിലേക്ക് നോൺ മെറ്റൽസുമായിരിക്കും. സോ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് നമുക്ക് റൈറ്റ് സൈഡിലും മെറ്റൽസ് നമുക്ക് ലെഫ്റ്റ് സൈഡിലും വരും പീരിയോഡിക് ടേബിളിൻ്റെ. ഓക്കെ, സോ തന്നെ പീരിയോഡ്സ് ആയിട്ട് ഗ്രൂപ്പ്സ്, കോളംസ് ഒക്കെ ആയിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോതിൻ്റെതായ പ്രോപ്പർട്ടീസും ഉണ്ട്. അതൊക്കെ നമുക്കറിയാം, ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സെമി കണ്ടക്ടേഴ്സിൻ്റെ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, then trajectory and the movement of an electron in an atom can describe a set of numbers called quantum numbers. Quantum numbers എന്താണെന്ന് നമുക്കറിയാം. 4 quantum numbers ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷൻ അതിൻ്റെ പാത്ത് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ അതിന് 4 quantum numbers വേണമെന്ന് നമുക്കറിയാം. സോ ആ ഇലക്ട്രോൺ നമ്മൾ പറഞ്ഞു, ന്യൂക്ലിയസിന് അറൗണ്ട് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന 4 നമ്പേഴ്സാണ് നമ്മളുടെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ക്വാണ്ടം നമ്പേഴ്സ് ആർ എ സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ദാറ്റ് ആർ യൂസ് ടു ഡിസ്ക്രൈബ് ദ പൊസിഷൻ ആൻഡ് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എൻ ആറ്റം. ഡെഫിനിഷൻസ് ഉണ്ട്. സോ എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പൊസിഷനും എനർജിയും അതിൻ്റെ പാത്തും ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സം നമ്പേഴ്സ്. ഓക്കെ, അതൊരു നമ്പർ മാത്രമാണ്. ഓക്കെ, സോ അതാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിലാദ്യത്തെ ക്വാണ്ടം നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ എൻ എന്നാണ്, സ്മോൾ ലെറ്റർ എൻ. Okay, so as principal quantum number n, it describes the probable distance between the nucleus of an atom and an electron. So നമുക്കറിയാം ന്യൂക്ലിയസ് ഉണ്ടാകും, അതൊരു ഇന്നർ കോർ ആയിരിക്കും ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇതിന് ചുറ്റുമാണ് നമ്മളുടെ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ പാത്ത് നമ്പർ 1, പാത്ത് നമ്പർ 2, സോ 1, 2, 3 എക്സെട്ര. ഇങ്ങനെ ഓരോ ഈ ന്യൂക്ലിയസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ് നമ്മളുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. സോ അതിവിടെ ഇൻഡിക്കേറ്റ് ചെയ്തതുപോലെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1, 2, 3 എക്സെട്ര എങ്ങനെയായിരിക്കും. സോ നമ്മൾ ഓൾറെഡി അല്ലെങ്കിൽ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ KLMN ഇങ്ങനെ ഷെൽസിന് പേരിട്ട് വിളിച്ചിരുന്നു. ഓക്കെ, സോ നമ്മൾ ടൈമിങ് ഇവിടെ നമ്മൾ വിളിച്ചു പോകുന്നത് അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n വഴിയാണ്. K കറസ്പോണ്ട്സ് ടു n ഈസ് ഈക്വൽ ടു 1, L കറസ്പോണ്ട്സ് ടു n ഈക്വൽ ടു 2. ഇങ്ങനെയാണ് നമ്മളുടെ ഷെൽസിൻ്റെ ഒരു റേഞ്ച് പോകുന്നത്, 1, 2, 3 എക്സെട്ര. ദെൻ അടുത്ത ക്വാണ്ടം നമ്പറായിട്ട് വരുന്നതാണ് അസിമത്വൽ ക്വാണ്ടം നമ്പർ ഡിനോട്ടഡ് ബൈ L. സോ സെക്കൻഡ് ക്വാണ്ടം നമ്പറാണ് നമ്മളുടെ L എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് ദ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ. ഇറ്റ്സ് വാല്യൂ സ്റ്റാർട്ട്സ് ഫ്രം 0 to 1 ലെസ് ദാൻ ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഈസ് ഈക്വൽ ടു 1, 2, 3 ഇങ്ങനെയാണ് നമ്മളുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പോകുന്നത്. സോ n ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ആദ്യം ഡിസ്ക്രൈബ് ചെയ്തതുപോലെ ഫസ്റ്റ് ഷെല്ലിലാണ് വരിക. ഫസ്റ്റ് ഷെല്ലിൽ വരുന്ന സബ് ഷെൽസാണ് അതിനെ ഓർബിറ്റൽസ് എന്ന് പറയും. അതിന് സബ് ഷെൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ അസിമത്വൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. സോ L ഈസ് ഈക്വൽ ടു
1 ആണെങ്കിൽ അതിൻ്റെ എൽ പോകുന്ന വാല്യൂ n ഈക്വൽ ടു 1 ആണെങ്കിൽ എൽ സ്റ്റാർട്ട് ചെയ്യുന്ന 0യിൽ നിന്നാണ് അപ് ടു n-1. സോ എൽ റേഞ്ച് ഫ്രം 0 ടു n-1. സോ n ഈക്വൽ ടു 1 ആണെങ്കിൽ എല്ലിൻ്റെ പോസിബിൾ വാല്യൂസ് തന്നെ 0 ടു 0 അല്ലെങ്കിൽ 0 ടു 1-1, 0 ടു 0 മാത്രമേ പറ്റുള്ളൂ. n ഈക്വൽ ടു 2 ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 0 ആകാം 1 ആകാം. n ഈക്വൽ ടു 3 ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 0 ആകാം 1 ആകാം 2 ആകാം 3-1. സിമിലർലി n ഈക്വൽ ടു 4 ആണെങ്കിൽ 0 ടു 3 നമുക്ക് പറ്റും. സോ ഇതാണ് നമ്മളുടെ അസിമത്വൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഇനി ഈ എൽ ഈക്വൽ ടു എല്ലിൻ്റെ വാല്യൂ അനുസരിച്ചാണ് നമ്മൾ അതിന് ശേഷമുള്ള ഷെൽസിനെ സബ് ഷെൽസിനെ പേരിടുന്നത്. എൽ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ ഷെല്ലിന് നമ്മൾ എസ് ഓർബിറ്റ് എന്ന് പേരിട്ട് വിളിക്കും, എസ് ഓർബിറ്റൽ. ദെൻ എൽ ഈക്വൽ ടു 1 ആകുന്ന കേസിൽ നമുക്ക് ആ ഷെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്, പി ഓർബിറ്റൽ. ഓക്കെ. ദെൻ എൽ ഈക്വൽ ടു 2 ആണെങ്കിൽ അതിൻ്റെ ഓർബിറ്റിന് വിളിക്കുന്ന പേരാണ് ഡി ഓർബിറ്റൽ. ദെൻ എൽ ഈക്വൽ ടു 3 ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എഫ് ഓർബിറ്റൽ. എൽ ഈക്വൽ ടു 4 നമുക്ക് ജി ഓർബിറ്റൽസ് എന്നൊക്കെ പറഞ്ഞു. സോ നോർമലി ഇതുവരെ കണ്ടുപിടിച്ചുള്ള ആറ്റങ്ങളിൽ ഇത്രയും ഓർബിറ്റൽസ് മാത്രമാണ് വരുന്നത്. സോ ഓരോ ഷെല്ലിലും എത്ര സബ് ഷെൽസ് പോസിബിൾ ആണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. സോ ഫസ്റ്റ് ഓർബിറ്റലിൽ എൽ ഈക്വൽ ടു 0 മാത്രമേ പറ്റുള്ളൂ. അതായത് ഫസ്റ്റ് ഓർബിറ്റലിൽ എസ് ഓർബിറ്റൽസ്, ഫസ്റ്റ് ഷെല്ലിൽ എസ് ഓർബിറ്റൽസ് മാത്രമേ പറ്റുള്ളൂ. ഫസ്റ്റ് ഷെല്ലിൽ എസ് ഓർബിറ്റൽസ് മാത്രമേ പറ്റുള്ളൂ. സെക്കൻഡ് ഓർബിറ്റൽ n ഈക്വൽ ടു 2 ആകുന്ന കേസിൽ ഏതൊക്കെ ഓർബിറ്റൽസ് പോസിബിൾ ആകും? n ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ 0, n ഈക്വൽ ടു 2 ആണെങ്കിൽ 0യും 1ഉം പോസിബിളാണ്. അതായത് സെക്കൻഡ് ഷെല്ലിൽ എസ് ഓർബിറ്റലും പി ഓർബിറ്റലും പോസിബിളാണ്. എസ് ആൻഡ് പി പോസിബിൾ. അതുപോലെ n ഈക്വൽ ടു 3 ആണെങ്കിൽ L 0, 1 ആൻഡ് 2 ആകാം. സോ പോസിബിൾ ഓർബിറ്റൽസ് ആർ എസ്, പി ആൻഡ് ഡി. ഈ 3 ഓർബിറ്റൽസ് നമുക്കവിടെ പോസിബിളാണ്. അതുപോലെ L ഈസ് ഈക്വൽ ടു 4ൽ എസ് പി ഡി എഫ് പോസിബിളാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ. Then അടുത്ത ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് denoted by m determines the total number of orbitals in a subshells and the orientation of these orbitals. The value of the magnetic quantum number depends upon the value of the azimuthal quantum number and its value range from -L to +L. So നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു എൻ്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് എല്ലിൻ്റെ വാല്യൂ ഉണ്ട്. ഫോർ എക്സാമ്പിൾ n ഈസ് ഈക്വൽ ടു 1ൽ L ഈക്വൽ ടു 0 മാത്രമേ പറ്റുള്ളൂ. സോ അതിന് കറസ്പോണ്ടിങ് ആയ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് m ആണ്. എമ്മിൻ്റെ സിമ്പിൾ മാത്രമാണ്. എമ്മിൻ്റെ വാല്യൂ നമുക്ക് -L ടു +L ഇൻക്ലൂഡിങ് 0, അതായത് -0 to 0 +0, 0 മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതായത് L ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഓർബിറ്റ് നമ്മൾക്കറിയാം, അത് എസ് ഓർബിറ്റിലാണ്. എസിനെ വീണ്ടും നമുക്ക് ഫർദറായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അത് വീണ്ടും ഫർദർ ക്ലാസിഫിക്കേഷനിൽ എസ് മാത്രമേ വരുന്നുള്ളൂ. അതായത് ഒരു സിംഗിൾ എസ് മാത്രമേ വരുന്നുള്ളൂ, സിംഗിൾ എസ് ഓർബിറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. സോ ഒരു സ്പെറിക്കൽ ബൾജ്ഡ് ബോളിൻ്റെ ഷേപ്പിലായിരിക്കും നമ്മളുടെ എസ് ഓർബിറ്റൽസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഉണ്ടാവുക, വിത്ത് ന്യൂക്ലിയസ് ആസിഡ്സ് നോഡ് സെൻറ്റർ. ഓക്കെ. സോ അങ്ങനെ റിവോൾവ് ചെയ്യുന്ന ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള റീജിയൻസ് ഒക്കെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോൺ ക്ലൗഡാണ്, ഒരു ഇലക്ട്രോൺസ് ആണ് നമ്മളുടെ എസ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. സോ n ഈക്വൽ ടു 2 ആകുന്ന സെക്കൻഡ് ഷെല്ലിൽ നമുക്കറിയാം എല്ലിൻ്റെ വാല്യൂ 0 ആകാം 1 ആകാം. സോ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എസ് ഓർബിറ്റലുണ്ട്. എസ് ഓർബിറ്റലിൽ വീണ്ടും നമുക്ക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എസ് മാത്രമേ ഉള്ളൂ. അതേസമയം L ഈസ് ഈക്വൽ ടു 1 ആകുന്ന കേസിൽ ആ ഓർബിറ്റിൽ നമ്മൾ വിളിക്കുന്ന പി ആണ്. പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം വാല്യൂ എന്ന് പറയുന്നത് -L ടു 0 ടു +L ആണ്. അതായത് -1, 0, +1 ഈ 3 വാല്യൂസ് പോസിബിൾ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓർബിറ്റിൽ തന്നെ നമുക്ക് 3 ടൈപ്പ് പി ഓർബിറ്റൽസ് ഉണ്ടാകും. നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ -1 കറസ്പോണ്ടിങ് ആയിട്ട് പി എക്സ് ഓർബിറ്റിൽ, -0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പി വൈ ഓർബിറ്റൽസ് ആൻഡ് +1 കറസ്പോണ്ടിങ് ആയിട്ട് പി സെഡ് ഓർബിറ്റൽസ്. സോ നമുക്ക് പി എക്സ് ഓർബിറ്റലുണ്ട്, പി വൈ ഓർബിറ്റലുണ്ട്, പി സെഡ് ഓർബിറ്റലുണ്ട്. സോ അതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് പി ഓർബിറ്റിൽ തന്നെ എക്സ് ഡയറക്ഷനിൽ വേരി ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ് ഡയറ്റ്സിലെ ക്ലൗഡ്സ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ്, റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് നമുക്ക് പി എക്സ് എന്നും. സോ എക്സ് ഡയറക്ഷണൽ ഓറിയൻറ്റേഷൻ ആയിരിക്കും, ഇത് വൈ ഡയറക്ഷണൽ ഓറിയൻറ്റേഷൻ ആയിരിക്കും, ഇത് ഇസഡ് ഡയറക്ഷനിലെ ഓറിയൻറ്റേഷൻ ആയിരിക്കും. സോ ഈ 3 ഓർബിറ്റൽസ്, ഈ 3 സബ് ഓർബിറ്റൽസ് ആണ് നമുക്ക് ഈ എം ഈസ്
ഈക്വൽ ടു -1 0 ആൻഡ് +1 വരുന്നത്. സോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് അസിമത്തൽ ക്വാണ്ടം നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അസിമത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് നമ്മളുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഓരോ ഷെല്ലിനും അതിൻ്റെതായ സബ് ഷെൽസ് ഉണ്ടാകും. അതുപോലെ തന്നെ L ഈക്വൽ ടു 2 ആകുന്ന കേസിൽ നമുക്കറിയാം, L ഈക്വൽ ടു 2 ആകുന്ന കേസിൽ നമ്മളുടെ ഓർബിറ്റലിൻ്റെ പേര് ഡി ഓർബിറ്റൽ എന്നാണ്. ഇനി എത്ര ഡി ഓർബിറ്റൽ ഉണ്ട് എന്ന് L ഈക്വൽ ടു 2വിൻ്റെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനനുസരിച്ചിരിക്കും. സോ ഇങ്ങനെയുള്ള കേസിൽ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2 -1 0 +1 then +2 ആണ്. അതായത് നമുക്ക് 1 2 3 4 5 ഡി ഓർബിറ്റൽസ് ആണ് നമുക്കുള്ളത്. സോ ഡി ഓർബിറ്റ് ഡി എക്സ് സെഡ്, ഡി എക്സ് വൈ, ഡി വൈ സെഡ്, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, ഡി സെഡ് സ്ക്വയർ എന്നൊക്കെ പറയുന്ന കുറേ ഓർബിറ്റൽസ് 5 ഓർബിറ്റൽസ് നമുക്ക് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഡി ഓർബിറ്റൽസ് നമുക്ക് 5 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത അസിമത്തൽ ക്വാണ്ടം നമ്പർ L ഈസ് ഈക്വൽ ടു 4 ആകുമ്പോൾ അവിടെ നമുക്ക് എഫ് ഓർബിറ്റൽസ് എന്ന് വിളിക്കുക, SPDF എഫ് ഓർബിറ്റൽസ് എന്ന് വിളിക്കുക. എഫ് ഓർബിറ്റൽസ് നമുക്ക് 7 എണ്ണം വരും. -3 -2 -1 0 +1 +2 +3 അങ്ങനെ നമുക്ക് 7 ഡി ഓർബിറ്റൽസും 7 എഫ് ഓർബിറ്റലും 5 ഡി ഓർബിറ്റലും 3 പി ഓർബിറ്റലും സിംഗിൾ എസ് ഓർബിറ്റലുമാണ് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ദെൻ സ്പിൻ ലാസ്റ്റ് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് ആയിരിക്കും. സ്പിൻ ക്വാണ്ടം നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്ന എസ് ആണ്. വാല്യൂ ടെൽസ് ഡയറക്ഷൻ ഓഫ് ദ സ്പിൻ ഓഫ് ദ ഇലക്ട്രോൺ. സോ നമുക്കറിയാം ഓരോ സബ് ഓർബിറ്റൽസിലും ദേ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 2 ഇലക്ട്രോൺസ്. 2 ഇലക്ട്രോൺസ് ആണ്. അതായത് ഒരു എസ് ഓർബിറ്റൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ N ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മളതിനെ 1s ഓർബിറ്റൽസ് എന്ന് വിളിക്കും. N ഈക്വൽ ടു 2വിലെ എസ് ഓർബിറ്റലാണെങ്കിൽ നമ്മളതിനെ 2s ഓർബിറ്റൽസ് എന്ന് വിളിക്കും. സോ ഈ 1sലും 2sലും മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ 2 ഇലക്ട്രോൺസ് 2 ഇലക്ട്രോൺസ് എസ് ഓർബിറ്റലുണ്ടെങ്കിൽ ഇത് ഇലക്ട്രോൺ സ്പിൻ എന്ന് പറയുന്നത് ഒരെണ്ണം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഒരെണ്ണം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അത് സ്പിൻ ചെയ്യുന്നത്. ഓക്കെ, സ്പിൻ എന്ന് പറയുന്നത് റൊട്ടേഷൻ അറൗണ്ട് അലോങ് ഇറ്റ്സ് ഓൺ ആക്സിസ്. നമ്മൾ എർത്ത് സ്പിൻ ചെയ്യുന്നത് പോലെ, എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങുന്നത് പോലെ തന്നെ അതിൻ്റേതായ ആക്സിലും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോൺസിൻ്റെതായ ഒരു സിമെട്രിക്കൽ ആക്സിസിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സ്പിൻ എന്ന് പറയുന്നത്. സോ ഒരു സ്പിൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസിലും മറ്റു സെക്കൻഡ് ഇലക്ട്രോൺ ഒരേ ഓർബിറ്റിലുള്ള സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ സ്പിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. സോ സ്പിന്നിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്വാണ്ടം നമ്പറാണ് നമ്മളുടെ സ്പിൻ ക്വാണ്ടം നമ്പർ. സോ അതിൻ്റെ വാല്യൂ +1/2 ഓർ -1/2 ഈ 2 വാല്യൂസാണ് പറ്റുക. ഓക്കെ, സോ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്, നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ട കാര്യമൊന്നുമല്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സോ ദ പോസിബിൾ വാല്യൂസ് ഓഫ് സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് ആർ +1/2 ആൻഡ് -1/2. Even though these electrons are revolving around the nucleus, simultaneous measurements of positions and momentum or of energy and time will be inaccurate according to uncertainty principle. ഹൈസൻസ്ബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് +1 അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ എക്സാക്ട്ലി ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ അറ്റ് എ ടൈം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ഒരു ഇലക്ട്രോണിനെ എൻ്റെ പൊസിഷനോ അതിൻ്റെ മൊമെൻറ്റോ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അകത്തൊരു അൺസർട്ടനിറ്റി ഉണ്ട് എന്നുള്ളതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Then in the first electronic shell N is equal to 1, L can be only 0. നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്, ഒന്നുകൂടെ ബെസ്റ്റ് സ്ലൈഡ്സിൽ പറഞ്ഞു പോകുന്നു. N is equal to 1, L can be only 0, M can also be only 0. 2 electrons with opposite spins can fit in this shell. So ആദ്യത്തെ ഷെല്ലിൽ ഒരു 1s ഓർബിറ്റൽ 1s ഷെൽ മാത്രമേ പറ്റുള്ളൂ. അതിനകത്ത് 2 ഇലക്ട്രോൺസ് പറ്റും. 2 ഇലക്ട്രോൺസിൽ ഒരു ഇലക്ട്രോണിന് ക്ലോക്ക് വൈസ് സ്പിന്നായിരിക്കും, സെക്കൻഡ് ഇലക്ട്രോണിന് ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിന്നുമായിരിക്കും. ഓക്കെ, പറഞ്ഞതാണ്. ദർ ക്യാൻ ബി 2 ഇലക്ട്രോൺസ് ഇൻ ദ L is equal to 0 sub shells, 6 ഇലക്ട്രോൺസ് ഇൻ L is equal to 1. എങ്ങനെയാണ് 6 ഇലക്ട്രോൺസ് വരുന്നത്? L is equal to 1 ആകുന്ന കേസിൽ എമ്മിൻ്റെ വാല്യൂ -1 0 +1 പറ്റും. അതായത് PX PY ആൻഡ് PZ. Okay, so PX 2 electrons, PY 2 electrons, PZ 2 electrons, and a total 6 electrons നമുക്ക് L is equal to 1 പറ്റും. അതായത് പി ഓർബിറ്റൽസ് ഇലക്ട്രോൺസ് നമുക്ക് 6 എണ്ണം മാക്സിമം പറ്റും. ഇലക്ട്രോൺസ് ഡി ഓർബിറ്റൽസ് ആകുമ്പോൾ SPD ആകുമ്പോൾ നമുക്ക് 5 സബ്ഷെൽസ് പോസിബിൾ ആണ്. 5നും കൂടിയിട്ട് 5 × 2 10 ഇലക്ട്രോൺസ്. സോ 10 ഇലക്ട്രോൺസ് ഇൻ ഡി ഓർബിറ്റൽസ് നമുക്ക് പറ്റും. അതുപോലെ 14 ഇലക്ട്രോൺസ് ഇൻ എഫ് ഓർബിറ്റൽസ്. ഇത്രയും ഇലക്ട്രോൺസ് ആണ് നമുക്ക് സബ്ഷെൽസിൽ പോസിബിൾ ആയിട്ടുള്ളത്.
ഓക്കെ, ദെൻ ഇലക്ട്രോൺസിൻ്റെ എണ്ണം അനുസരിച്ച് നമ്മൾ പറഞ്ഞു അതിനെ പീരിയോഡിക് ടേബിളിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്തത് ഇലക്ട്രോൺസിൻ്റെ എണ്ണം അനുസരിച്ചാണ്. സോ N ഈസ് ഈക്വൽ ടു ആദ്യത്തെ ആറ്റമായ ഹൈഡ്രജൻ ആറ്റം, അതിൻ്റെ ഇലക്ട്രോൺസ് കോൺഫിഗറേഷൻസ് വരുന്നത് ഫസ്റ്റ് ഷെല്ലിലായിരിക്കും. N ഈസ് ഈക്വൽ ടു 1 ആ N ഈക്വൽ ടു 1 ആകുമ്പോൾ Lൻ്റെ വാല്യൂ 0 മാത്രമേ പറ്റുള്ളൂ. സോ നമുക്ക് പറ്റുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത് 1s ആണ്. സോ 1s ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഹൈഡ്രജന് ഒറ്റ ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് ആ സിംഗിൾ ഇലക്ട്രോൺ ഓർബിറ്റൽ ഫില്ല് ചെയ്യുന്നത് 1s ഷെല്ലിലായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ 1s1 എന്ന് വിളിക്കും. സോ സെക്കൻഡ് ആറ്റമായ ഹീലിയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 2 ഇലക്ട്രോൺസ് ഉണ്ട്. 2 ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് അതിനും സിംഗിൾ ഷെൽ മാത്രമേ ഉള്ളൂ. സോ N ഈസ് ഈക്വൽ ടു 1 ആണ്. N ഈസ് ഈക്വൽ ടു 1ൽ കറസ്പോണ്ടിങ് ആയ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് L ഈസ് ഈക്വൽ ടു 0 ആണ്. L ഈസ് ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് M ഈസ് ഈക്വൽ ടു 0 ആണ്. M ഈസ് ഈക്വൽ ടു 0ൽ വരുന്ന ഷെൽ എന്ന് പറയുന്നത് 1s ആണ്. ആ 1sലെ 2 ഇലക്ട്രോൺസും ഓക്യുപ്പൈ ചെയ്യും. സോ ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 ആണ്. ഓക്കെ, നെക്സ്റ്റ് പീരിയോഡിൽ വരുന്ന ഈ 8 ആറ്റംസ്, സോ ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, ന്യൂട്രോൺ, ഓക്സിജൻ, ഈ ആറ്റംസ് അതിൻ്റെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഹീലിയം ഫോളോഡ് ബൈ ദിസ് ആയിരിക്കും. അതായത് ലിഥിയത്തിൻ്റെ 3 ആണ്. മൂന്നെണ്ണത്തിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s1 ആണ്. ഓക്കെ, 3 എണ്ണത്തിൽ 2 എണ്ണം ആദ്യത്തെ ഷെല്ലിൽ പോകും. തേർഡ് ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്നത് സെക്കൻഡ് ഷെല്ലിലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അതിന് വരുന്ന N വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ ഇതൊന്നും ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ലിഥിയത്തിനെ നമുക്ക് വിളിക്കാനായിട്ട് ഹീലിയം 2s1 എന്ന് വിളിക്കാം. ബിക്കോസ് ഈ ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 ആണ്. സോ 1s2 നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഹീലിയം He1s1 സിമ്പിളായിട്ട് നമുക്ക് ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. അതുപോലെ ബെറീലിയം അറ്റോമിക് നമ്പർ 4 ആണ്. 1s2 2s2 ഈ രീതിയിലാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് വരുന്നത്. സോ S കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത N ഈസ് ഈക്വൽ ടു 2ൽ നമുക്ക് Lൻ്റെ വാല്യൂ 0യും 1ഉം പറ്റും. 0 കറസ്പോണ്ടിങ് ആയിട്ട് S ഓർബിറ്റിൽ വന്നു, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് P ഓർബിറ്റിൽ വന്നു. P തന്നെ നമുക്ക് 3 ഉണ്ട്, PX, PY, PZ ഉണ്ടെന്ന് പറഞ്ഞു. സോ ബോറോണിലേക്ക് വരുമ്പോൾ അറ്റോമിക് നമ്പർ 5 ആണ്. ബൈ അറ്റോമിക് നമ്പർ 5 വരുമ്പോൾ 1s2 2s2 2p1 ഒരു ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളത് കൊണ്ട് പിയിൽ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ഇവിടെ പിയിൽ 2 ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺ, 4 ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺസ് ആർ ബീങ് അപ്ഗ്രേഡഡ് ടു പി ഓർബിറ്റൽസ് ഉള്ളി. അതുകൊണ്ട് നമ്മളതിനെ പി മെറ്റൽസ് അല്ലെങ്കിൽ പി ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്നൊക്കെ വിളിക്കും. ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സോഡിയം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ പോകും. സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ മെറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എലമെൻ്റ് എന്ന് പറയുന്നത് സിലിക്കൺ ആണ്. സോ സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 14 ആണ്. 14 അറ്റോമിക് നമ്പറുള്ള സിലിക്കണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസും അതിൻ്റെ പ്രോപ്പർട്ടിയുമാണ് എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് സിലിക്കണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്? സോ ടോട്ടൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫോർ സിലിക്കൺ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 14 ആണ്. സോ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്, അതായത് ഒരു ഇലക്ട്രോൺസും ലോസ് ചെയ്യാത്ത ഒരു കണ്ടീഷനിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത്, സോ നമുക്കറിയാം സിലിക്കൺ 14 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് 2 8 4 ഇങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻസ് വരിക. സോ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 1s2, 8ന് കറസ്പോണ്ടിങ് ആയിട്ട് 2s2 സെക്കൻഡ് ഓർബിറ്റിൽ 2s2 2p6ൽ 8 ഇലക്ട്രോൺസ്, ഇവിടെ 2 ഇവിടെ 8. ദെൻ 3s2 3p2 ഇവിടെ നമുക്ക് 4 ഇലക്ട്രോൺസ്. അതാണ് ഈ 4 ആയിട്ട് വരുന്നത്. സോ N ഈക്വൽ ടു 3 ആണ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലായിട്ട് വരുന്നത്. മൂന്നാമത്തെ ഷെല്ലാണ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ. അതിനെ നമ്മൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് വാലൻസ് ഷെൽ, അല്ലെങ്കിൽ അവരുടെ ഇലക്ട്രോൺസിന് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയും. സോ വാലൻസ് ഷെല്ല്, വാലൻസ് ഇലക്ട്രോൺസ് നമുക്കറിയാം. വാലൻസ് ഷെൽ എന്ന് പറയുന്നത് N ഈക്വൽ ടു 3 ആണ്. വാലൻസ് ഇലക്ട്രോൺസ് അവൈലബിൾ ആയിട്ടുള്ള 3s2 3p2ലാണ് വാലൻസ് ഇലക്ട്രോൺസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സിലിക്കോൺ ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ആൻഡ് ഷെൽസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കറിയാം അറ്റോമിക് നമ്പർ 14 ആയതുകൊണ്ട് അതിൻ്റെ ന്യൂക്ലിയസിൽ 14 പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും. സോ അതിൻ്റെ ചാർജ് നമ്മൾ +14 എന്ന് റെപ്രസെൻ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ഓക്കെ, സോ 14 ഇലക്ട്രോൺസ് ഉള്ള ന്യൂക്ലിയസ് ഉണ്ട്. അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന 1s2 ഇലക്ട്രോൺസ് ആണ് ആദ്യത്തെ ഷെല്ലിൽ കാണിച്ചിരിക്കുന്നത്. സോ N ഈക്വൽ ടു 1ലെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതിനെ നമ്മൾ 1s2 എന്ന് വിളിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് ഷെല്ലിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഷെല്ല് തന്നെ നമുക്ക് എത്ര എണ്ണം ഉണ്ട്? ഇന്നർ ഓർബിറ്റ്സിലായിട്ട് വരുന്നത് 2s2
2p6 ആണ്. സോ എസ് ഓർബിറ്റിൽ വരുന്ന 2 ഇലക്ട്രോൺസ് 2s2 ഇതാണ് നമ്മളുടെ 2s2. ദെൻ പി ഓർബിറ്റിലായിട്ട് വരുന്ന 1 2 3 4 5 6. സോ ഇതെല്ലാം നമ്മളുടെ 2p6 വരുന്ന ഇലക്ട്രോൺസ് ആണ്. ഈ 2p6 വരുന്ന ഇലക്ട്രോൺസ് തന്നെ നമുക്ക് എക്സ് ഡയറക്ഷനിൽ വേരി ചെയ്യുന്ന എക്സ് ഡയറക്ഷനിൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ടാകും, വൈ ഡയറക്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ടാകും, ഇസ് ഡയറക്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ടാകും. സോ അതൊരു 3 ഡയമെൻഷണൽ വ്യൂവിൽ മാത്രം നമുക്കത് കാണാൻ പറ്റൂ എങ്ങനെയാണ് ആ ഡിസ്ട്രിബ്യൂഷൻ വരുന്നതെന്നൊക്കെ. ദെൻ മൂന്നാമത്തെ ഷെല്ലായ n=3 കറസ്പോണ്ടിങ് ആയ ഷെല്ലാണ് നമ്മളുടെ വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. ഈ വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് ആണ് നമുക്കറിയാം എലമെൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലെല്ലാം വരുന്നത് ഈ അതിൻ്റെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ ബിഹേവിയറാണ്. സോ n=3 ആയ സിലിക്കോൺ ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ നമുക്കറിയാം 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 4 തന്നെയാണ് സെമി കണ്ടക്ടർ പ്രോപ്പർട്ടീസിലേക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്. സിലിക്കൺ ഈസ് ഹാവിങ് 4 ഇലക്ട്രോൺസ്. അതുപോലെ തന്നെ നമ്മൾക്ക് ജെർമേനിയം ആയിട്ട് എടുത്ത് നോക്കിയാലും ജെർമേനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അടുത്ത ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഷെൽ എന്ന് പറയുന്നത് 4 ആയിരിക്കും. 4s2 4p2 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടാൻ. നമുക്കത് വലിയ നോക്കാം. സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ n=3 നമുക്ക് 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 4 ഇലക്ട്രോൺസിന് കറസ്പോണ്ടിങ് ആയ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3s2 3p2 എന്നാണ് നമുക്ക് ഇതിന് വരുന്നത്. സോ ഇന്നർ കോർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 1s2 2s2 2p6 എന്ന് പറയുന്ന ഇലക്ട്രോൺസ് എല്ലാം ഇന്നർ കോർ ഇലക്ട്രോൺസ് ആയിരിക്കും. അത് നോർമലി ഒരു പ്രോപ്പർട്ടീസിലും ഇൻവോൾവ് ചെയ്യില്ല. അത് എപ്പോഴും കൺഫൈൻ ടു ദ ന്യൂക്ലിയസ് ആയിരിക്കും. ന്യൂക്ലിയസിൻ്റെ കൺട്രോളിലായിരിക്കും, സ്ട്രോങ് കൺട്രോളിലായിരിക്കും നമ്മളുടെ ഇന്നർ കോർ ഇലക്ട്രോൺസ് എല്ലാം ഉണ്ടാവുക. ഓക്കെ, ദെൻ ഈ ഇലക്ട്രോൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, സോ ഇതൊരു എനർജി പ്ലോട്ട്സ് ആണ്. ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസിൻ്റെ ഒരു എനർജി ഫാക്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇലക്ട്രോൺസിന് ചുറ്റും റിവോൾവ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, സോ പ്രോട്ടോൺസ് മാത്രമുള്ള ഒരു പ്രോട്ടോൺസ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആണ് നമുക്കുള്ളത്. സോ ഹെവിലി പോസിറ്റീവ് എഫക്റ്റ് ഉള്ള ഒരു റീജിയൻ ആയിരിക്കും നമ്മളുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും നമ്മളുടെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. സോ റിവോൾവ് ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദേ ആർ ഇൻ മോഷൻ. സോ മോഷൻ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾസിന് ഉണ്ടാകുന്ന ഒരു എനർജിയാണ് നമ്മളുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് ഒരു കൈനറ്റിക് എനർജി ടേം ഉണ്ട്. അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ചാർജ്ഡ് ന്യൂക്ലിയസിൻ്റെ എഫക്ട്സ് അതിൻ്റെ ഫീൽഡിലുള്ള റീജിയനിലാണ്, അതിൻ്റെ ഫീൽഡിലാണ് നമ്മളുടെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്തിരിക്കുന്നത്. സോ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമുള്ള ഒരു സിസ്റ്റം കുളംസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. ദേ വിൽ ബി എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ അട്രാക്റ്റീവ് ഫോഴ്സ്. സോ അട്രാക്റ്റീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനൊരു കൈനറ്റിക് എനർജിയും ഉണ്ടായിരിക്കും. സോ റിവോൾവിങ് ഇലക്ട്രോൺസിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന 2 തരം എനർജി ഉണ്ട് നമ്മളുടെ ഈ കേസിൽ. ഒരു കൈനറ്റിക് എനർജി ടേം ഉണ്ടാകും, ഇതിനെ ഇതിനെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുക. കൈനറ്റിക് അല്ല. സോ ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന എനർജി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്നും മോഷൻ കൊണ്ടുണ്ടാകുന്ന എനർജി നമ്മൾ കൈനറ്റിക് എനർജി എന്നും. സോ റിവോൾവിങ് ഇലക്ട്രോൺ എക്സ്പീരിയൻസ് 2 കൈൻഡ്സ് ഓഫ് എനർജി. കൈനറ്റിക് എനർജിയും ഉണ്ടായിരിക്കും, പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടായിരിക്കും. സോ ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതിൻ്റെ ബേസിക് ഫോർമുല നമുക്കറിയാം, 12mv² ആണ്. വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ആണ്. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. ദെൻ ഈ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കേണ്ട ആവശ്യമില്ല. ബോർ മോഡലിൽ നിന്ന് കിട്ടുന്ന ഈ റിസൾട്ടാണ് നമുക്കത്. സോ ഈ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. m⁴ ഡിവൈഡഡ് ബൈ 2k² n² h². ഓക്കെ, ഇതാണ് ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ എന്താണ് ഈ ടേംസ് എന്ന് നമ്മൾ പിന്നീട് ലേറ്ററായിട്ട് ഓരോ ടേംസ് ഡിസ്കസ് ചെയ്ത് പഠിക്കാനുണ്ട്. എഫക്റ്റീവ് മാസും ഷെൽ നമ്പറും കെ വാല്യൂ എച്ച് വാല്യൂ എച്ച് ക്യാപ്പ് ഒക്കെ എന്ന് പറയുന്നത് എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ 2. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. എച്ച് ക്യാപ്പ് എന്ന് പറയുന്നത് h/2π ആണ്. ക്യൂ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്. എം എന്ന് പറയുന്നത് മാസ് ആണ്. സോ ഇതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് minus m⁴ divided by k² n²
എച്ച് ക്യാപ് സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഒരു ഇലക്ട്രോണിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ ഈ പൊട്ടൻഷ്യൽ എനർജിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ രണ്ടിൻ്റെയും സമ്മായിരിക്കും നമ്മളുടെ ടോട്ടൽ കൈനറ്റിക് എനർജി. സോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കൂട്ടുന്നതായിരിക്കും. ദാറ്റ് മീൻസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഹാഫാണ് ഇവിടെ കിടക്കുന്നത്. സോ മൈനസ് എം ക്യൂ റേസ് ടു 4 ഡിവൈഡ് ബൈ കെ സ്ക്വയർ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ പ്ലസ് 1/2 ഓഫ് ഇതെന്ന് പറയുന്നത് നെറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് മൈനസ് 1/2 ഓഫ് എം ക്യൂ റേസ് ടു 4 കെ സ്ക്വയർ എൻ സ്ക്വയർ എച്ച് ക്യാപ് സ്ക്വയർ ആയിരിക്കും നമ്മളുടെ ടോട്ടൽ ഇലക്ട്രോൺ എനർജി എന്ന് പറയുന്നത്. സോ ഈ എൻ എന്ന് പറയുന്ന ഷെൽ നമ്പറാണ്. സോ ഈ വാല്യൂ തന്നെ ഷെൽ നമ്പർ എൻ ഈസ് ഈക്വൽ ടു 1 നമുക്കൊരു വാല്യൂ കിട്ടും, എൻ ഈസ് ഈക്വൽ ടു 2 വേറൊരു വാല്യൂ, എൻ ഈസ് ഈക്വൽ ടു 3 വേറൊരു വാല്യൂ. സോ ന്യൂക്ലിയസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂക്ലിയസിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫസ്റ്റ് ഷെല്ലായ 1s എനർജി ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് വൈസ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ബട്ട് വിത്ത് മൈനസ് സൈനാണ്. സോ ഇവിടെ മൈനസ് ആയിട്ടൊരു വാല്യൂ, ദെൻ അതിനേക്കാളും കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കും ഡിവൈഡ് ബൈ 4 വരിക. സോ മൈനസ് 1/4 ഓഫ് സം ക്വാണ്ടൈസ്ഡ് എനർജി ആയിരിക്കും നമുക്ക് ഇവിടെ വരിക. ഇവിടെ 1/9 ഓഫ് സം എനർജി ആയിരിക്കും വിത്ത് മൈനസ് സൈൻ. സോ ഈ മൈനസ് ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും തോറും ഓരോ ഇലക്ട്രോൺസിന് എനർജി കുറഞ്ഞു വരും, വാല്യൂ കുറഞ്ഞു വരും. ഈവൻ ദോ ദിസ് വാല്യൂ ഈ മാഗ്നിറ്റ്യൂഡ് കുറവാണെങ്കിൽ ഇതിൻ്റെ മൈനസ് ഇവിടെ കൂടുതലാണ്. സോ ഈ വാല്യൂ വിൽ ടെൻസ് ടു 0. സോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇങ്ങനെ കൂടുന്തോറും ഇൻക്രീസ് ചെയ്ത് വരും. വാല്യൂ കുറഞ്ഞു വരുമെങ്കിലും എനർജി എന്ന് പറയുന്നത് മൈനസ് ആയതുകൊണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. സോ 0 കറസ്പോണ്ടിങ് ആയിട്ട് ഈ 0 എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ നിന്ന് വളരെ ഫാർ ആയിട്ടുള്ള ഡിസ്റ്റൻസാണ്, അതായത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ വരുന്ന ഒരു ലൊക്കേഷനിലാണ്. ആ ലൊക്കേഷനിലൊക്കെ നമുക്ക് പറയാം അതിൻ്റെ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഈ മൈനസ് കൊണ്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അത്രമാത്രം എനർജി ഈ മൈനസ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി നമ്മൾ ഈ ഇലക്ട്രോൺസിന് കൊടുത്താൽ ദാറ്റ് ഇലക്ട്രോൺസ് വിൽ എസ്കേപ്പ് ഔട്ട് ഓഫ് ദ കൺട്രോൾ ഓഫ് ന്യൂക്ലിയസിൻ്റെ കൺട്രോളിൽ നിന്ന് നമുക്ക് ആ ഇലക്ട്രോൺസിന് എസ്കേപ്പ് ചെയ്യാൻ കൊടുക്കേണ്ട എനർജിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതായത് 1s ഇലക്ട്രോൺസിൽ കൊടുക്കേണ്ട എനർജിയേക്കാൾ കുറഞ്ഞ ഒരു എനർജി കൊടുത്താൽ നമുക്ക് 2s ഇലക്ട്രോൺസിലെ എനർജി ഇലക്ട്രോൺസിന് നമുക്ക് ന്യൂക്ലിയസിൻ്റെ കൺട്രോളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അതിനേക്കാൾ കുറഞ്ഞ ഒരു എനർജി കൊടുത്താൽ നമുക്ക് 3sലെ അല്ലെങ്കിൽ 3pയിലെ ഇലക്ട്രോൺസിന് നമുക്ക് ന്യൂക്ലിയസിൻ്റെ കൺട്രോളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും. സോ അങ്ങനെ കൊടുക്കേണ്ട എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അതൊക്കെ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. സോ 1s ഇലക്ട്രോൺസിനെ നമ്മൾക്ക് ന്യൂക്ലിയസിൻ്റെ കൺട്രോളിൽ നിന്നും എസ്കേപ്പ് ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ട എനർജി എന്ന് പറയുന്നത് വളരെ വലിയ ഒരു മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ബിക്കോസ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/1² ഓഫ് ദിസ് ഫാക്ടർ വരിക. സോ അതിനേക്കാളും കുറഞ്ഞ ഫാക്ടർ 1/4 ടൈംസ് ഓഫ് ദിസ് എനർജി ഈസ് നീഡഡ് ഫോർ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ സെക്കൻഡ് ഷെൽ. Okay, 1/9 of this first orbit electron energy is required to escape an electron from the third shell. So 1/9th energy മാത്രം മതിയാകും തേർഡ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസിനെ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് കടക്കാനായിട്ട്. സോ ഈ ഇലക്ട്രോൺസിൻ്റെ എണ്ണം, ഈ ഇലക്ട്രോൺസിന് നമ്മൾ തേർഡ് ഓർബിറ്റിൽ നിന്ന് അതിനെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന വാലൻസ് ഷെൽ എന്ന് പറയാം. സോ വാലൻസ് ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി നമ്മൾ വിളിക്കുന്ന പേരാണ് EV, വാലൻസ് ഇലക്ട്രോൺസ് എനർജി എന്ന് പറയുന്നത്. സോ EV, ദെൻ അതിൻ്റെ മുകളിലേക്കുള്ള ഒരു ചെറിയൊരു എനർജി ഉണ്ട്. ആ എനർജി ലെവൽ നമ്മൾ ഫസ്റ്റ് അയണൈസേഷൻ ഒരു ഫസ്റ്റ് എക്സൈറ്റേഷൻ എനർജി ലെവൽ എന്ന് പറയും. ആ എനർജി ലെവലിനേക്കാൾ കൂടുതലായിട്ടുള്ള എനർജി നമ്മൾ ഈ സിലിക്കോൺ മെറ്റീരിയലിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ വിൽ എസ്കേപ്പ് ഔട്ട് ഓഫ് ദ കൺട്രോൾ ഓഫ് ദ ന്യൂക്ലിയസ്. സോ അതിന് ഒരു ഫ്രീ ആയിട്ടുള്ള റീജിയനിൽ ആ ഇലക്ട്രോൺസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. ആ ഫ്രീ ഔട്ട് ഓഫ് കൺട്രോൾ ഓഫ് ന്യൂക്ലിയസിലേക്ക് ആദ്യമായിട്ട് വരാവുന്ന എനർജി ലെവലിനെ നമ്മൾ കണ്ടക്ഷൻ എനർജി ലെവൽ എന്ന് വിളിക്കും. സോ നമുക്ക് വാലൻസ് എനർജി ലെവലുണ്ട്, കണ്ടക്ഷൻ എനർജി ലെവലുണ്ട്. ഈ എനർജി ലെവലിലുള്ള ഡിഫറൻസിന് നമ്മൾ ടൈം ബീയിങ് നമുക്ക് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്നൊക്കെ പറയും, EG എന്ന് പറയും. ഓക്കെ, സോ ഈ എനർജി ബാൻഡ് ഗ്യാപ്പിനനുസരിച്ച് നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാകും. എന്തൊക്കെയാണ് നമുക്കറിയാം, ഇൻസുലേറ്റേഴ്സ് എന്നും കണ്ടക്ടേഴ്സ് എന്നും സെമി കണ്ടക്ടേഴ്സ് എന്ന് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാകും. സോ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാൻഡ് ഗ്യാപ്പിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ വലിയ ടെമ്പറേച്ചർ, വലിയ റേഞ്ചിലുള്ള വെരി ഹൈ എനർജി ആയിരിക്കും ഈ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ കണ്ടക്ഷൻ വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് നോർമൽ ടെമ്പറേച്ചറിൽ ഇലക്ട്രോൺ എക്സൈറ്റേഷൻ കിട്ടിയാലും ഈ ഇൻസുലേറ്റേഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് അജിറ്റേറ്റ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി വളരെ കുറവായി, ചാൻസ് വളരെ കുറവായിരിക്കും. സോ
അതുകൊണ്ട് ആ കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ് നോർമൽ കണ്ടീഷനിൽ ഉണ്ടാവില്ല. സോ ദേ വിൽ നോട്ട് കണ്ടക്ട്. അതുകൊണ്ട് നമ്മളതിനെ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കും. അതേസമയം കണ്ടക്ഷൻ ബാൻഡ്, കണ്ടക്ഷൻ മെറ്റീരിയൽ, കണ്ടക്ടേഴ്സാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓവർലാപ്ഡ് ആയിരിക്കും. അതായത് ഇത്രയും റീജിയനിലാണ് നമ്മളുടെ കണ്ടക്ഷൻ ബാൻഡ് എനർജി എന്ന് പറയുന്നത്, ഇത്രയും റീജിയനായിരിക്കും നമ്മളുടെ വാലൻസ് ബാൻഡ് എനർജി എന്ന് പറയുന്നത്. സോ വാലൻസ് ബാൻഡ് എനർജി ലെവലിലും കണ്ടക്ഷൻ ബാൻഡ് എനർജി ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് ഒരു റീജിയൻ ഉണ്ടായിരിക്കും. ഈ റീജിയനിൽ ഡെഫിനറ്റ് ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ടാകും. സോ നോർമൽ കണ്ടീഷനിൽ കണ്ടക്ടേഴ്സ് നോർമൽ ടെമ്പറേച്ചറിൽ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇതിന് രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സിൻ്റെയും എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്, കണ്ടക്ഷൻ ബാൻഡിൻ്റെയും എനർജി വാലൻസ് ബാൻഡ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. സോ നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ ടെമ്പറേച്ചർ ഒരു സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് എസ്കേപ്പ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് അത് കണ്ടക്ഷൻ ബാൻഡിൽ അവൈലബിൾ ആയിരിക്കും. സോ സ്ലോ കണ്ടക്ഷൻ, വളരെ ചെറുതായിട്ടുള്ള ഒരു കണ്ടക്ഷൻ ബിഹേവിയർ കാണിക്കുന്നതാണ് നമ്മളുടെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് 14 അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ 14 വരുന്ന മെറ്റലായ സിലിക്കോൺ, അത് ഒരു ഗുഡ് സെമി കണ്ടക്ടറാണ്. എങ്ങനെയാണ് അത് സെമി കണ്ടക്ടർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. Okay, so with uncertainty principle, we cannot properly speak of the position of electron. We can look for the probability of finding an electron at a position, certain positions. So electron in the position, എവിടെയാണ് ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റി റിവോൾവ് ചെയ്യുന്നത് നമുക്ക് എക്സാക്റ്റ് പറയാൻ പറ്റില്ല. സോ നമ്മളൊരു പ്രോബബിലിറ്റി വെച്ചിട്ടാണ് അതിൻ്റെ ഇലക്ട്രോണിക് എക്സ്പെക്ടേഷൻ നടത്തുന്നത്. അതിന് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാണ് പറയുക. സോ ദ ഫംഗ്ഷൻ ദാറ്റ് ഡിസ്ക്രൈബ് ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് an electron in an orbit is called a probability density function. So നമുക്കൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ which can be used to find the expected values of position, momentum and energy. So probability density function വെച്ചിട്ടാണ് നമ്മളതെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ ടേംസ് ഒക്കെ നമ്മൾ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് വരുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. സോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് മാത്രം പറയുന്നതാണ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നും വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കുറേ ടേംസ് ഒക്കെ ഉണ്ട്. നമ്മൾ ലേറ്റർ പല പോയിന്റ്സിലും നമ്മളത് യൂസ് ചെയ്യും. സോ ഓരോ ഇലക്ട്രോൺ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റിക്ക് അനുസരിച്ച് നമ്മളൊരു ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് നമ്മളുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷനൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഓരോ ഇലക്ട്രോൺസിൻ്റെയും കണ്ടൻറ്റ്, ഓരോ ഇലക്ട്രോൺസിൻ്റെയും റെപ്രസെൻറ്റേഷനൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ട്. ദെൻ സെമി കണ്ടക്ടേഴ്സ് ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ അടുത്ത ഒരു സിലിക്കൺ, അതർ ദാൻ സിലിക്കൺ നമുക്ക് പറയുന്ന വേറൊരു എലമെൻ്റാണ് നമ്മളുടെ ജെർമേനിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ജെർമേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 32 ആണ്. അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ 3D ആണ്. ഇങ്ങോട്ട് അങ്ങോട്ടേക്ക് ഇന്നർ ഉണ്ട്, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് വരുന്ന ഔട്ടർ ഷെല്ലിൽ അല്ലെങ്കിൽ വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് 4s2 4p2 ആണ്. സോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് 4 ഔട്ടർ ഷെല്ല് ഇലക്ട്രോൺസ് ഉണ്ട്. 4 ഔട്ടർ ഷെൽ ഇലക്ട്രോൺസിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന സെമി കണ്ടക്ടർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയാം വാലൻസ് ഷെല്ലിലുള്ള 4 ഇലക്ട്രോൺസ് ആണ്. 4 ഇലക്ട്രോൺസ് കൊണ്ട് എന്താണ് ഈ ഒരു ക്രിസ്റ്റൽ സെമി കണ്ടക്ടേഴ്സ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ 4s2 4p2 അല്ലെങ്കിൽ സിലിക്കൻ്റെ 3s2 3p2 ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നമുക്കിവിടെ വരുന്നത്. സോ ഒരു ക്രിസ്റ്റൽ ഫോർമേഷൻ നടക്കുന്ന സമയത്ത് 2 സിലിക്കൺ ആറ്റം നമുക്ക് സിലിക്കൺ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. 2 സിലിക്കൺ ആറ്റം നമുക്ക് ജോയിൻ ചെയ്യുന്നു വിചാരിക്കാം. സോ ദേ ആർ ഗോയിങ് ടു കമ്പൈൻ. സോ നമ്മൾ +2 അല്ലെങ്കിൽ +1 പഠിച്ചിട്ടുണ്ട് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. സോ ഒരു എക്സൈറ്റഡ് കണ്ടീഷൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. 3s2 നമുക്ക് 2 ഇലക്ട്രോൺ ഉണ്ട്. ഇതാണ് നമ്മളുടെ 3s2 എന്ന് പറയുന്നത്. അതുപോലെ 3p2 p ഓർബിറ്റൽസ് നമുക്ക് 3 എണ്ണം ഉണ്ട്. px ഉണ്ട്, py ഉണ്ട്, pz ഉണ്ട്. ദെൻ 3p2 2 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ ഒരു ഇലക്ട്രോൺ ഇവിടെ ആയിരിക്കും, ഒരു ഇലക്ട്രോൺ ഇവിടെ ആയിരിക്കും. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളൊക്കെ നമുക്ക് പറയാം. 2 എണ്ണം ഒറ്റ ഷെല്ലിൽ ഫില്ലാവില്ല. ഈ ഹാഫ് ഓർബിറ്റൽസ് ഫില്ല് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ പെയർ ഫില്ല് ചെയ്യുള്ളൂ. അത് നമ്മളിവിടെ വരേണ്ട ആവശ്യമില്ല. സോ ഇതാണ് നമ്മളുടെ നോർമൽ കണ്ടീഷനിൽ ഒരു സിലിക്കൺ ആറ്റത്തിൻ്റെ ഔട്ടർ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ദെൻ സിലിക്കൺസ് ക്രിസ്റ്റൽ ഫോർമേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ
അല്ലെങ്കിൽ അതിൻ്റെ ബോണ്ടിങ് ഉണ്ടാകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള 3sലെ ഒരു ഇലക്ട്രോൺസ് വേക്കൻ്റ് ആയിട്ടുള്ള 3pയിലേക്ക് പ്രൊമോട്ട് ചെയ്യും. കാരണം ഇതിന് രണ്ടിൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിരിക്കും, ബട്ട് ഡിസ്റ്റിങ്ക്റ്റ് സെപ്പറേറ്റഡ് ആയിട്ടും വളരെ ക്ലോസ് ആയിട്ടുള്ള എനർജി ലെവൽ. സോ സിമിലർ ആയിട്ടുള്ള എനർജി ലെവലുള്ള 3sൽ നിന്ന് ഒരു ഇലക്ട്രോൺസ് 3pയിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ട് എക്സൈറ്റഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എസിലെ ഒരു ഇലക്ട്രോണും ഓരോ പി ഓർബിറ്റൽസിലും ഓരോ ഇലക്ട്രോൺസ് വെച്ചായിരിക്കും. സോ ഇങ്ങനെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 4 ഓർബിറ്റൽസ് നമുക്ക് ഇവിടെ കിട്ടും. സോ ഈ 4 ഓർബിറ്റൽസ് ഒരു LCAO അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ നമുക്കറിയാം. ഈ 4 ഓർബിറ്റൽസ് അതിൻ്റെ എനർജീസ് മ്യൂച്വലി അഡ്ജസ്റ്റ് ചെയ്തിട്ട് 4 ഓർബിറ്റൽസിൻ്റെ എനർജി ഈക്വൽ ആകുന്ന രീതിയിൽ ഒരു കോമ്പിനേഷൻ നടത്തും. ആ കോമ്പിനേഷൻ നടത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഓർബിറ്റൽസ് ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലായതുകൊണ്ട് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. സോ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലായ 4 ഓർബിറ്റൽസ് ഇങ്ങനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഈ ഓരോ സിലിക്കൺ ഇലക്ട്രോൺസും ഇങ്ങനെ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആയിട്ട് അതിൻ്റെ ഷെല്ലിനെ അറേഞ്ച് ചെയ്ത് വെക്കും. സോ ഒരു സിലിക്കൺ ആറ്റത്തിന് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടായിരിക്കും. അടുത്ത സിലിക്കൺ ആറ്റത്തിനും 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും. ഈ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഇതെല്ലാം കൂടിയിട്ട് ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ഒരു കോമ്പിനേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ട് ഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഈ 2 കോമ്പിനേഷൻ ഇതെല്ലാം കൂടിയിട്ടുണ്ടാകുന്ന sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു ഓർബിറ്റലായിരിക്കും. ഈ രീതിയിലായിരിക്കും നമ്മളുടെ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. ഈ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ 4 എണ്ണം ഫസ്റ്റ് സിലിക്കൺ ആറ്റത്തിനുണ്ടായിരിക്കും. ഇവിടെ സെക്കൻഡ് സിലിക്കൺ ആറ്റത്തിനും ഈ 4 ഉണ്ടായിരിക്കും. സോ 1 2 3 4 ഇവിടെയും 1 2 3 4 ഈ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും ഈ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും കൂടി ചേർന്നിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോവാലന്റ് ബോണ്ട്. അതുപോലെ ഫസ്റ്റ് സിലിക്കൺ ആറ്റത്തിൻ്റെ ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ടേക്ക് വേറൊരു സിലിക്കൺ ആറ്റം ഉണ്ടായിരിക്കും. അതിന് ഇവിടെയും ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടാകും. ഈ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും ഫസ്റ്റ് സിലിക്കൻ്റെ ഈ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും കൂടിയിട്ട് നമുക്ക് ഇവിടെ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. അതുപോലെ ഇതിൻ്റെ മുകളിൽ ഒരു സിലിക്കൺ ആറ്റം ഉണ്ടായിരിക്കും. ഇവിടെയും ഒരു ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഇവിടെയും ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. സോ ഇങ്ങനെ ഒരു സിലിക്കൺ ആറ്റം അതിൻ്റെ ചുറ്റുമുള്ള 4 നെയ്ബറിംഗ് സിലിക്കൺ ആറ്റമായിട്ട് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. സോ ഒരു ഫ്രീ ഇലക്ട്രോൺസും ഇതിനകത്ത് ഉണ്ടാവില്ല. സോ നോർമൽ കണ്ടീഷൻസിൽ ഈ സിലിക്കൺ ആറ്റം അല്ലെങ്കിൽ ജെർമീനിയം ആറ്റം എന്ന് പറയുന്നത് 4 നെയ്ബറിംഗ് സിലിക്കൺ ആറ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആയിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തുകൊണ്ട് 4 ബോണ്ടും എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. സോ നോർമൽ കണ്ടീഷൻസിൽ ഈ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം ഒരു കണ്ടക്ഷൻ ഇലക്ട്രോൺസ് അവൈലബിൾ ആയിരിക്കില്ല. സോ അതുകൊണ്ട് അത് ഇൻസുലേറ്റേഴ്സ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. സോ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ മോർ ദാൻ റൂം ടെമ്പറേച്ചറിലായിട്ടൊരു കണ്ടീഷൻ അല്ലെങ്കിൽ വേറൊരു സോഴ്സിൽ നിന്ന് നമ്മൾ എനർജി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തിന് കാരണമാകും? ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കാരണമാകും. സോ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ഇലക്ട്രോൺസും അതിൻ്റേതായ ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അതായത് ഈ 2 ഇലക്ട്രോൺസിൽ ഒരു ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സിലിക്കൻ്റേതാണ്. ഇവിടെയുള്ളത് 5th സിലിക്കൻ്റെ ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ 2 ഇലക്ട്രോൺസ് അതിൻ്റേതായ ഇലക്ട്രോൺസിന് മാത്രമായിട്ട് മാറും. സോ ഇൻ എഫക്റ്റ് എന്താ സംഭവിക്കുക? ഈ ഇലക്ട്രോൺ ഫസ്റ്റ് സിലിക്കൻ്റെ ഇലക്ട്രോണിന് പെയർ ചെയ്യാനായിട്ട് ഒരു കോമ്പിനേഷൻ ഇല്ലാതെ വരും. അതുപോലെ 5th സിലിക്കണിനും പെയർ ചെയ്യാൻ ഒരു കോമ്പിനേഷനിലേക്ക് ഒരു സെക്കൻഡ് ഇലക്ട്രോൺസ് കമ്പൈൻ ചെയ്യാനായിട്ടില്ലാതെ വരും. സോ ദെൻ നമ്മളതിനെ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയും. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആകുമ്പോൾ അത് വാലൻസ് ബാൻഡാണ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. സഫിഷ്യൻ്റ് എനർജി അതിനുള്ളത് കൊണ്ട് അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്യും. സോ സ്ലോലി ആ മെറ്റീരിയൽസ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. സോ ഈ ഒരു തേർഡ് പാർട്ടിൽ നിന്നൊരു എനർജി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടക്ഷൻ ലെവലിലെ ഇലക്ട്രോൺസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബിഹേവിയറാണ് നമ്മളുടെ സെമി കണ്ടക്ടേഴ്സിന് ഉള്ളത്. സോ അതുകൊണ്ട് നമ്മൾ ഈ
മെറ്റീരിയൽസിനെ പാർഷ്യലി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെമി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയും. സോ ഈ സെമി കണ്ടക്ടേഴ്സിനെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ വി മാനുഫാക്ചർ ദീസ് സെമി കണ്ടക്ടേഴ്സ്. സോ സെമി കണ്ടക്ടേഴ്സ് ആർ പാർഷ്യലി കണ്ടക്ടേഴ്സ് ഇൻ നോർമൽ റൂം ടെമ്പറേച്ചർ. നോർമൽ കണ്ടീഷനിൽ പാർഷ്യലി കണ്ടക്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മളുടെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ അതിൽ നമ്മളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നതാണ് എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ്. എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ് അതിൽ തന്നെ നമുക്ക് സെമി കണ്ടക്ടേഴ്സിന് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സെമി കണ്ടക്ടേഴ്സ് ഇറ്റ് സെൽഫ് ക്ലാസിഫൈഡ് ഇൻ ടു എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്. സോ എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സും ഉണ്ട്, കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സും ഉണ്ട്. സോ ഓൾറെഡി 40 minutes ആയി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാം.